ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീ ശ്രീരാമചന്ദ്രായ നമ. ഓം മുന്നിലും പിന്നിലും രാമാനമിപ്പൂ ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഓം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീത ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം 21ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ വാൽമീകി രാമായണം കഥ പറഞ്ഞു വരണു. നമ്മൾ 60 സർഗങ്ങളാണ് പറഞ്ഞു വെച്ചത്. അവിടെ ത്രിശങ്കു സ്വർഗത്തെ ഉണ്ടാക്കി വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ ആകാശത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചു എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അവിടെ അങ്ങോട്ടുള്ള മറ്റ് കഥകളെ പറയുകയാണ്. വിശ്വാമിത്രൻ തൻ്റെ ശിഷ്യനായിട്ടെന്നോ അല്ലെങ്കിൽ തൻ്റെ കടമകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രനോട് പറയുന്നതായിട്ടുള്ള കഥകളാണ്. ഈ ദേവന്മാർ, ഋഷിമാർ, ഇവരെല്ലാവരും ആശ്രമവാസികൾ, വനവാസികൾ, അവരൊക്കെ എല്ലാവരും കേൾക്കാനായിട്ട് വിശ്വാമിത്രൻ പറയാണ്. ഈ തെക്കേ ദിക്കിൽ വസിക്കണ ആ സമയത്ത് വലിയ വലിയ വിഘ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ വേറൊരു ദിക്കിലേക്ക് പോവാം എന്ന് വിചാരിച്ചു എന്നാണ്. അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് വിശാല എന്നുള്ള ആ രാജ്യം, അവിടെ തപോവനങ്ങളിൽ ധാരാളമായിട്ട് ഈ താമര നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള നദിയുണ്ട്. അവിടെ അതിൻ്റെ തീരത്തിൽ തപസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അത് തപസ്സിന് പറ്റിയതായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തരുന്ന കാടാണ്. ഇങ്ങനെ പറഞ്ഞ് ഈ ആ കാട്ടിലെ പഴങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, പിന്നെ വേരെ തൊട്ടുള്ള ഇല, വേര്, ഇങ്ങനെയല്ലേ ഫലമൂലങ്ങൾ, അത് മാത്രം ആഹരിച്ചുകൊണ്ട് ഈ മഹാതേജസ്വിയായിട്ടുള്ള ആ മുനി വളരെയധികം ഉഗ്രമായിട്ടുള്ള, മറ്റുള്ളവർക്ക് വിഘ്നമുണ്ടാക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ തപസ് ഈ പുഷ്കര തീരത്തിൽ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ നന്നായിട്ട് തപസ് ചെയ്തു. ഈ കാലത്ത് അയോധ്യാധിപതിയായിട്ടുള്ള അംബരീഷൻ, അങ്ങനെ ഒരു രാജാവ് ഒരു യജ്ഞം ആരംഭിച്ചു. അപ്പോൾ യജമാന കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചത്. ഇവിടെ അംബരീഷ രാജാവാണ് യാഗം ചെയ്യുന്നത്. ആ സമയത്താണ് ഇന്ദ്രൻ ഈ യാഗപശുവിനെ അപഹരിച്ചത്. പശുവിനെ കാണാതായപ്പോൾ ഓരോരുത്തർ പല രീതിയിൽ അന്വേഷണങ്ങൾ. അപ്പോൾ പുരോഹിതൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ യജ്ഞപശുവിനെ കാണാനില്ല. അങ്ങയുടെ ദുർനയം മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. രക്ഷിക്കാൻ കഴിവില്ലാത്ത രാജാവിനെ രാജാവിൻ്റേതായിട്ടുള്ള ദോഷങ്ങളാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദോഷങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രായശ്ചിത്തമായിട്ട് യാഗാശ്വത്തെ എത്രയും വേഗം കണ്ടുപിടിച്ച് കൊണ്ടുവരൂ. അതല്ലെങ്കിൽ പകരം ഒരു മനുഷ്യനെ ബലി കൊടുക്കണം, നരബലി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ യാഗഹോതാവായിട്ടുള്ള ഒരു ഉപാധ്യായൻ്റെ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമനോട് പറയുകയാണ്, രാജാവ് ആയിരക്കണക്കിന് പശുക്കളെ പകരം കൊടുത്തിട്ട് വാങ്ങാവുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ ബലിമൃഗമായിട്ടൊരു മനുഷ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അനവധി രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ ജനപദങ്ങളിൽ, നഗരങ്ങളിൽ, വനങ്ങളിൽ, ഈ ഗ്രാമങ്ങളിൽ ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ഇതിന് പുണ്യ ആശ്രമങ്ങളിൽ വരെ അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹം ഭൃഗുതുംഗം എന്ന പേരുള്ള ഒരു സ്ഥലത്ത് ഭാര്യാപുത്ര സഹിതനായിട്ടുള്ള ഋചീകൻ എന്ന പേരായിട്ടുള്ളൊരു മഹർഷിയെ കണ്ടുമുട്ടി. അവിടെ അമിത പ്രഭാവനായിട്ടുള്ള തേജസ്വിയായിട്ടുള്ള രാജർഷി തപസ് കൊണ്ട് ജ്വലിക്കുന്നതായിട്ടുള്ള ആ മഹർഷിയെ നന്നായിട്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് വന്ദിച്ച്
എല്ലാവിധ കുശല പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഋചികനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു. 1,00,000 പശുക്കളെ പകരം വാങ്ങിക്കൊണ്ട് എനിക്കൊരു പുത്രനെ യജ്ഞപശുവിൻ്റെ ആവശ്യത്തിലേക്ക് അങ്ങ് വിൽപ്പന നടത്തുകയാണെങ്കിൽ ഞാൻ സന്തോഷം ഉള്ളവനായിട്ട് വരും. അല്ലയോ ഭാർഗവ, എല്ലാ ദേശങ്ങളിലും അന്വേഷിച്ചിട്ടും എനിക്ക് യജ്ഞപശുവിനെ കിട്ടിയില്ല. ഒരു നരനെ ബലി കൊടുക്കാനായിട്ട് യാഗപശുവായിട്ട് ഒരു മനുഷ്യനെ കിട്ടിയില്ല. അതുകൊണ്ട് ഒരു പുത്രനെ എനിക്ക് തരുമോ എന്ന് യാചിച്ചു. അങ്ങനെയാണ്. ഇങ്ങനെ കേട്ടപ്പോൾ മഹാതേജസ്സായിട്ടുള്ള ഋചികൻ പറഞ്ഞു, ജ്യേഷ്ഠപുത്രനെ ഒരു നിലയ്ക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല, ഒരാളൊന്നും വിൽക്കൂല. അപ്പോൾ ഋചികൻ്റെ വാക്ക് കേട്ടപ്പോൾ സംശയമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യാപുത്രന്മാരുടെ അമ്മ ഈ അംബരീഷ മഹാരാജാവിനോട് പറഞ്ഞു, ഭഗവാൻ ഭാർഗവൻ മൂത്ത പുത്രനെ കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ ഏറ്റവും ചെറിയ പുത്രൻ ശുനകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇളയ മകനെ രാജാവെ അങ്ങക്ക് ഞാൻ തരില്ല. അപ്പോൾ അത്രയും പ്രത്യേക കാര്യമുണ്ട്. മൂത്ത ആളെ തരില്ല അച്ഛൻ, ഇളയ ആളെ മറ്റേ അമ്മയും തരില്ല. സാധാരണയായിട്ട് പിതൃക്കൾക്ക് ജ്യേഷ്ഠപുത്രരാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് പിണ്ടം വെക്കണച്ചാൽ ചെറിയ മകൻ വേണം, ഒരു അർപ്പപിണ്ടം വെക്കണച്ചാൽ മൂത്ത മകൻ വേണം. അമ്മമാർക്ക് ഏറ്റവും ചെറിയ ഉണ്ണിയാണ് ഇഷ്ടം. അതുകൊണ്ട് സ്നേഹം അവരോടാണ് കൂടുക. അതുകൊണ്ട് ചെറിയവനെയും ഞാൻ തരില്ല. ഇങ്ങനെ അമ്മയും പറഞ്ഞു. പ്രായണ ഹി നരശ്രേഷ്ഠ ജ്യേഷ്ഠാഹ പിതൃഷു വല്ലഭാഹ മാതൃണാം ച കനീയാംസഹ തസ്മാത് രക്ഷേ കനീയസം. ഇങ്ങനെ അച്ഛനും അമ്മയും മൂത്ത പുത്രനെ അത്യധികം അച്ഛൻ സ്നേഹിക്കുന്നു, ഇളയ പുത്രനെ അമ്മയും സ്നേഹിക്കുന്നു. ഒന്ന് ലാളിക്കാനും ഒന്ന് പിണ്ടം വയ്ക്കാനും. ഇതാണ്. അപ്പോൾ ഇങ്ങനെ മുനി ഇങ്ങനെ പറഞ്ഞപ്പോൾ, മുനിപത്നി ഇങ്ങനെ പറഞ്ഞപ്പോൾ മധ്യമനായിട്ടുള്ള ശുനശേപൻ സ്വയം ഇങ്ങനെ പറഞ്ഞു, പിതാവ് ജ്യേഷ്ഠനെ കൊടുക്കില്ല, അമ്മ ഇളയവനെയും കൊടുക്കില്ല. മധ്യമനായിട്ടുള്ള ഞാൻ ഇപ്പോൾ വിൽക്കാനുള്ള ഒരു സാധനമായിട്ട് മാറിയിരിക്കുന്നു. ഇനി മധ്യമപുത്രനായിട്ടുള്ള എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ രാജാവേ. സ്വയം സമ്മതിച്ചു എന്നർത്ഥം ആ ശുനശേപനെ. അല്ലയോ മഹാബാഹോ, രഘുനന്ദന ശ്രീരാമനോട് പറയുകയാണ്, ഈ ബ്രഹ്മവാദിയായിട്ടുള്ള കുട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് രത്നങ്ങൾ, സ്വർണ്ണനാണയ കൂമ്പാരങ്ങൾ, 1,00,000 പശുക്കൾ, ഇങ്ങനെ ആ ശുനശേപൻ്റെ വിലയായിട്ട് അനവധി പരമപ്രീതനായിട്ടുള്ള ആ ഋചികന് കൊടുക്കുകയും ചെയ്തു. രാജാവും വളരെയധികം സന്തോഷം അനുഭവിച്ചു. കാരണം യാഗം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശുനശേപനെ രഥത്തിൽ കയറ്റിയിട്ട് അവിടെ മഹാതേജസ്വിയായിട്ടുള്ള അംബരീഷ മഹാരാജാവ് തിരിച്ചു വന്നു. അങ്ങനെ 61ാമത്തെ സർഗം അങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി 62ാമത്തെ സർഗത്തിൽ പറയുകയാണ്, അല്ലയോ ശ്രീരാമചന്ദ്ര, ശുനശേപനെ കൈക്കൊണ്ട് മധ്യാഹ്നത്തിൽ ഉച്ചയോട് കൂടിയിട്ട് അവിടെ പുഷ്കര തീരത്തിൽ ഇറങ്ങി അംബരീഷൻ കുറച്ചു നേരം വിശ്രമിച്ചു. രാജാവ് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഈ ജ്യേഷ്ഠ പുഷ്കരത്തിലേക്ക് ചെന്ന മഹായശസ്വിയായിട്ടുള്ള ശുനശേപൻ വിശ്വാമിത്രനെ കണ്ടുമുട്ടി. അപ്പോൾ വിശ്വാമിത്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റ് ഋഷിമാരോട് കൂടിയിട്ട് തപസ് ചെയ്യുന്ന അമ്മാവനായിട്ടുള്ള ഈ വിശ്വാമിത്രനെ സമീപിച്ച് ക്ലേശം കൊണ്ട് കുറച്ച് അധികം ദീനാവസ്ഥയിലെത്തിയിരുന്നു. വിഷാദമുഖാണ്. ആ കുട്ടി ഈ അമ്മാവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, മഹർഷി, എനിക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല. അച്ഛനും അമ്മയും ഇല്ലാഞ്ഞിട്ടല്ല, അവർ രണ്ടുപേരും എന്നെ കൈയൊഴിഞ്ഞു. തുണയ്ക്ക് ഇനി ആരുമില്ല. അതുകൊണ്ട് എനിക്ക് ബന്ധുക്കളും അതേപോലെ സഹായിക്കാനായിട്ടോ രക്ഷകനായിട്ടോ ആരുമില്ല. എന്നെ ഇപ്പോൾ അമ്മാവനായിട്ടുള്ള അങ്ങ് മാത്രമേ രക്ഷിക്കാറുള്ളൂ. അങ്ങ് ധർമാനുസൃതമായിട്ട് എന്നെ രക്ഷിക്കണം. അപ്പോൾ വിശ്വാമിത്രൻ്റെ സഹോദരി സത്യവതിയുടെ ഭർത്താവാണ് ഋചികൻ. അപ്പോൾ ആ ബന്ധം വെച്ചിട്ടാണ് ഈ ഋചികൻ്റെ മകനായിട്ടുള്ള ശുനശേപൻ അമ്മാമൻ എന്ന് വിശ്വാമിത്രനെ വിളിച്ചത്. അപ്പോൾ വിശ്വാമിത്രനെ അപ്പോൾ ഈ കാര്യം അറിയില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. ഏതായാലും ഈ ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് ലക്ഷ്യം രാജാവിൻ്റെ ലക്ഷ്യം നിറവേറണം. എനിക്ക് അക്ഷയമായിട്ടുള്ള ദീർഘായുസ് ഉണ്ടായിട്ട് ഉത്തമ തപസ് ചെയ്ത് സ്വർഗം പ്രാപിക്കുകയും വേണം. അപ്പോൾ ആ ഒരു
ശുനശേപൻ്റെ ഈ വളരെ ഉത്തമമായിട്ടുള്ള ആവശ്യം, യാഗം മുടങ്ങരുത്, കാര്യം നടക്കണം, ഞാൻ മരിച്ചു പോകരുത്, ഈ ഒരു ആവശ്യം വളരെ നീതിയുക്തമാണ്. അത് നടത്താൻ വേണ്ടിയിട്ട് അങ്ങ് എന്നെ സഹായിക്കണം. ഇങ്ങനെ ഭവ്യചേതസ്സായിട്ടുള്ള അങ്ങ് എന്നെ തുണയ്ക്കണം, അനാഥനെ രക്ഷിക്കണം. ഈ അനാഥനെ രക്ഷിക്കുന്നവനാണ് നാഥൻ. ആ അനാഥൻ്റെ നാഥൻ എന്നുവെച്ചാൽ അച്ഛനർത്ഥം, ധർമാത്മാവേ. അതുകൊണ്ട് പിതാവ് പുത്രനെ എന്ന പോലെ എൻ്റെ കഷ്ടാവസ്ഥയിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം. ഇങ്ങനെ കാല് പിടിച്ച് കരഞ്ഞു. ആ ചെറിയ ഉണ്ണിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ വിശ്വാമിത്രൻ ഉണ്ണിയെ നല്ലോണം സമാധാനിപ്പിച്ചു. എന്നിട്ട് തൻ്റെ പുത്രന്മാരായിട്ടുള്ള ഈ മധുഛന്ദസ്സുകൾ അങ്ങനെയുണ്ടല്ലോ, അവരോട് പറഞ്ഞു, എന്തിനു വേണ്ടിയാണോ ഈ പിതാക്കൾ ശുഭശീലരായിട്ടുള്ള പുത്രന്മാരെ സൃഷ്ടിക്കുന്നത്, പരലോകഹിത അനുഷ്ഠാനത്തിനുള്ള ആ സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. അച്ഛൻ്റെ വാക്ക് കേൾക്കണം, അനുഗ്രഹിക്കണം, അനുസരിക്കണം. ഈ മുനിസുതനായിട്ടുള്ള ബാലൻ എന്നിൽ നിന്ന് ശരണം ആഗ്രഹിക്കുന്നു. ഇയാൾക്ക് ജീവിക്കുവാൻ വേണ്ട എന്തോ അത് പ്രിയം. പുത്രന്മാരെ നിങ്ങൾ ചെയ്യണം. നിങ്ങളെല്ലാവരും സുഹൃതകർമ്മങ്ങൾ അനുഷ്ഠിച്ചവരാണ്, എല്ലാവരും ധർമ്മപരായണന്മാരാണ്. രാജാവിൻ്റെ യജ്ഞപശുക്കളായിട്ട് ഭവിച്ച് അഗ്നിയെ തൃപ്തരാക്കുവിൻ. എന്ന് വെച്ചാൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈ ശുനശേപന് പകരം നിങ്ങൾ യാഗ പശുവായിട്ട്, നരബലിക്ക് നിങ്ങൾ യജ്ഞപശുവായിട്ട് മാറൂ എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശുനശേപൻ നാഥവാനാവും, യജ്ഞം നിർവഹിക്കുന്നത് നടക്കും. ദേവതമാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതായിട്ടുള്ള സന്തർപ്പണം എന്നതിന് പറയാം. നല്ലത് സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് സംഭവിക്കും, എൻ്റെ വാക്കുകൾ ഫലവത്താവും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടില്ല, ഈ ഉണ്ണി നിങ്ങളെ രക്ഷിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുനിയുടെ വാക്ക് കേട്ടപ്പോൾ ഈ മധുചന്ദാദി സുതന്മാർ അഹങ്കാരത്തോടു കൂടിയിട്ട് കുറച്ചൊരു പരിഹാസത്തോടു കൂടിയിട്ട് പറഞ്ഞു, അവനവൻ്റെ മക്കളെ ഉപേക്ഷിച്ചിട്ട് ആരാൻ്റെ മകനെ രക്ഷിക്കുന്നത് എങ്ങനെയാ ധർമ്മാവുക? അത് നായയുടെ മാംസം ആഹരിക്കണ പോലെ അരുതാത്തതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിന് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല എന്ന് മക്കൾ പറഞ്ഞു. ഈ മക്കളുടെ ഈ വാക്ക് കേട്ടപ്പോൾ, അല്ലെങ്കിൽ തന്നെ സ്വതേ വിശ്വാമത്തിന് കുറേ ശുണ്ഠി ഉണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ ശുണ്ഠി എടുത്തുകൊണ്ട് മക്കളെ ശപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അദ്ദേഹം. അത് തുടങ്ങി. അപ്പോൾ എൻ്റെ വാക്കുകളെ അവഗണിച്ചതായിട്ടുള്ള, ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചതായിട്ടുള്ള, ഇങ്ങനെ അഹങ്കാരത്തോടു കൂടിയിട്ട് ചങ്കൂറ്റത്തോടു കൂടിയിട്ട് നിങ്ങൾ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വസിഷ്ഠപുത്രന്മാരെ പോലെ തന്നെ നിങ്ങളും ചണ്ടാളന്മാരായിട്ട് ഈ നായയുടെ മാംസം അത് ആഹരിച്ച് 1000 വർഷം ഭൂമിയിൽ വസിക്കാൻ ഇടവരട്ടെ. അപ്പം മിനിമം 10 ജന്മം വേണം, അല്ലെങ്കിൽ 20 ജന്മം വേണം. അവിടെ 100 മക്കളെയാണ് ഇതേപോലെ ശപിച്ചത്, വസിഷ്ഠൻ്റെ മക്കളെ ശപിച്ചത്. ഇവിടെ സ്വന്തം മക്കളെ 50 പേരെയാണ്. 1000 കൊല്ലത്തേക്ക് ഈ നായാടി പോലെയുള്ള, അല്ലെങ്കിൽ നായയെ തിന്ന് വിശപ്പടക്കുക, അങ്ങനെ ഒരു ഭാവത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ കഷ്ടമാണ് ഈ കാര്യം. അപ്പോൾ വിശ്വാമിത്രൻ ഇങ്ങനെ ശപിച്ചു കഴിഞ്ഞപ്പോൾ ദുഃഖം കൊണ്ട് വല്ലാത്ത വിഷമമായി. ശുനശേപനോട് ഈ പറഞ്ഞു, എന്താ എങ്ങനെയാണ് പരിഹരിക്കുക? ശുനശേപനോടും ഈ വിശ്വാമിത്രൻ പറഞ്ഞു, രക്ഷാമന്ത്രം ഇത് ജപിച്ചോളൂ. അത് വരുണമന്ത്രമാണ്. വരുണമന്ത്രം എന്നുള്ളത് ജീവൻ രക്ഷാമന്ത്രമാണ് ഒന്ന്. രണ്ടാമത് എല്ലാത്തിനും ഒരു സാത്വിക ഭാവം ഉണ്ടാവും. അപ്പോൾ ആ ഫലം അത് നന്നായിട്ട് വരും. ഒരു കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫലം നന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൂടുതലുണ്ട്. ഈ രക്ഷാമന്ത്രം പറഞ്ഞു കൊടുത്തപ്പോൾ വൈഷ്ണവമായിട്ടുള്ള രൂപത്തിൽ ദർഭക്കയറ് കൊണ്ട് കെട്ടിയവനായിട്ടുള്ള രക്തമാല്യ അനുലേപങ്ങളോട് കൂടിയവനായിട്ടുള്ള അഗ്നിക്ക് അഭിമുഖമായിട്ട് നിന്ന് ഈ മന്ത്രങ്ങൾ ജപിച്ച് അഗ്നിയെ സ്തുതിക്കൂ എന്ന് അഗ്നിയെ സ്തുതിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തു. അംബരീഷൻ്റെ യജ്ഞത്തിൽ ഈ ദിവ്യമന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ പ്ലുതസ്വരത്തിൽ ജപിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് പാടിക്കൊണ്ട്. അങ്ങനെ ജപിച്ചോളൂ. യജ്ഞത്തിൽ നിനക്ക്
എന്താണോ ആഗ്രഹിച്ചാൽ അത് സാധിക്കും. അങ്ങനെ ശുനശേപൻ ആ 2 മന്ത്രങ്ങൾ എന്ന് വെച്ചാൽ 2 ഋക്കുകളാണ് കൊടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഇപ്പം ഇവിടെ പറയണത് പവിത്ര പാശൈഹി ആബദ്ധ രക്തമാല്യ അനുലേപന വൈഷ്ണവം രൂപം ആസാദ്യ വാഗ്ഭിഹി അഗ്നിം ഉദാഹര. ഇമേ ച ഗാഥേ ദ്വേ ദിവ്യേ ഗായേഥ മുനിപുത്രക അംബരീഷസ്യ യജ്ഞേസ്മിൻ തതഃ സിദ്ധിം അവാപ്സ്യസി. ഇങ്ങനെയാണ് മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ടുള്ള ആജ്ഞയെ കൊടുത്തത്. അത് ഈ വരുണമന്ത്രമാണ് കൊടുത്തത്. അത് പ്ലുതസ്വരത്തിൽ ജപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതാണ് അതിന് പറഞ്ഞതിൻ്റെ സാരം. അപ്പം ഇങ്ങനെ 2 മന്ത്രങ്ങൾ ശുനശേപൻ ആ 2 മന്ത്രങ്ങൾ ഏകാഗ്രതയോടുകൂടി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ അംബരീഷൻ്റെ സവിധത്തിലേക്ക് എത്തി. അതിനുശേഷം രാമനോട് പറയാണ്, നമ്മൾ അതിവേഗം പോവാം രാജേന്ദ്ര, യജ്ഞദീക്ഷ കൈക്കൊള്ളണം, യജ്ഞം നിർവഹിക്കണം. ഇങ്ങനെ ഋഷിപുത്രൻ്റെ ഈ വാക്യം കേട്ടപ്പോൾ, വാചകം കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ നല്ലോണം സന്തോഷത്തോട് കൂടിയിട്ട് രാജാവ് വളരെ വേഗം തന്നെ ഈ അംബരീഷ രാജാവ് അവിടേക്ക് എത്തി. ഈ ഉണ്ടിയെ കൊണ്ടിട്ട്, ശുനശേപനെയും കൊണ്ടിട്ട് അവിടെ എത്തി. അങ്ങനെ രാജാവ് സദസ്യരുടെ അനുമതിയോട് കൂടിയിട്ട് പവിത്രമായിട്ടുള്ള അവിടെ ദർഭമൊക്കെ ദർഭപുലോണ്ടാണ് പവിത്രം ഉണ്ടാക്കുക. അങ്ങനെ ആ പവിത്രമൊക്കെ ഇട്ടിട്ട് എന്നുള്ള സാരം. അതേപോലെ ഈ ഉണ്ണിയെ അങ്ങനെയുള്ള ദർഭക്കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട് ചുവന്ന മാല, ചുവന്ന വസ്ത്രം ഇങ്ങനെയുള്ളതൊക്കെ ചാർത്തിയിട്ട് ഒരു തൂണിൽ കെട്ടിയിടും. അങ്ങനെയാണ് പതിവ്. അങ്ങനെ ബദ്ധനായിട്ട് നിൽക്കുന്ന ഈ മുനിപുത്രൻ, ഈ ശുനശേപൻ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള ഈ ഋഗ്വേദ മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ഇന്ദ്രനെയും ഇന്ദ്ര അനുജനെയും വിഷ്ണുവിനെയും സ്തുതിച്ചു. അപ്പോൾ ഇവിടെ അംബരീഷൻ്റെ യാഗത്തിലാണ് ഇത് സംഭവിച്ചത്. നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് ഹരിശ്ചന്ദ്രൻ്റെ യാഗത്തിലാണ്. അവിടെ വരുണനെയാണ്. ഇവിടെ അംബരീഷനാണ് യാഗം ചെയ്യണത്. ഇന്ദ്രനെയും ഇന്ദ്ര അനുജനെയും എന്ന് വെച്ചാൽ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവാണ്. അപ്പോൾ ഇന്ദ്രനെയും വിഷ്ണുവിനെയും സ്തുതിച്ചു. അപ്പോൾ ആ രഹസ്യ മന്ത്രങ്ങൾ കേട്ടു സന്തുഷ്ടനായി. അവർ ശുനശേപന് ദീർഘായുസ് കൊടുത്തു. രാജാവ് യജ്ഞം പൂർത്തിയാക്കി. ഈ ഇന്ദ്രനും അതേപോലെ എത്രയൊക്കെയാണോ പ്രസാദം കൊടുക്കേണ്ടത്, വരമായിട്ട് കൊടുക്കേണ്ടത്, അതൊക്കെ കൊടുത്തു. അതൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ വിശ്വാമിത്രൻ വീണ്ടും പുഷ്കരത്തിൽ 1000 കൊല്ലം വീണ്ടും തപസ് ചെയ്തു എന്നാണ്. അപ്പോൾ ഈ ജീവരക്ഷ ചെയ്തു വിശ്വാമിത്രൻ എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ 62ാമത്തെ സർഗം അവിടെ പറഞ്ഞു വെച്ചു. ഇനി 63ാമത്തെ സർഗത്തിൽ ഈ 1000 വർഷം തപസ് തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ദേവന്മാരും തപസ്സിൻ്റെ ഫലം നൽകാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് എത്തി. അതിതേജസ്വിയായിട്ടുള്ള ബ്രഹ്മാവ് ഈ അതിഹൃദ്യമായിട്ടുള്ള നല്ല വാക്കുകളെ പറഞ്ഞു. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. സ്വയം ആർജിച്ചതായിട്ടുള്ള ശുഭകർമ്മങ്ങൾ കൊണ്ട് ഭവാൻ എന്നും ഋഷി എന്ന പദത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട്. ഗുരുക്കന്മാരിൽ നിന്നും കൊടുക്കുന്നത് സ്വീകരിക്കുന്ന ശിഷ്യൻ. ആ ശിഷ്യൻ തൻ്റേതായിട്ടുള്ള കഴിവുകളെ കൊണ്ട് വീണ്ടും പലതും സ്വയം കണ്ടുപിടിക്കുന്ന ഭാവം. ഇപ്പോൾ വൈശമ്പായനും യാജ്ഞവൽക്കനും പോലെയുള്ള ഭാവം. വൈശമ്പായനൻ്റെ ആ ഒരു യജുർവേദ ശാഖ. അതേപോലെ തന്നെ വൈശമ്പായനിൽ നിന്നും പിരിഞ്ഞിട്ട് സൂര്യദേവനെ തപസ് ചെയ്തുകൊണ്ട് യാജ്ഞവൽക്കൻ മറ്റൊരു യജുർവേദ ശാഖ ഉണ്ടാക്കി. കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. അങ്ങനെ 2 ശാഖകൾ വളരെ പ്രഗത്ഭമായിട്ട് അതിലുണ്ടായി എന്നാണ്. ശിഷ്യൻ്റെ ശാഖയാണ്, ഈ യജുർവേദ ശാഖയാണ് കൂടുതൽ ഗംഭീരം എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുപോലെ ആവൂ എന്നാണ് അനുഗ്രഹിച്ചത്. അങ്ങനെയുള്ള ശ്രേഷ്ഠ പദവി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങേക്ക് ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിട്ട് അവർ പോയി. ബ്രഹ്മാവ് പോയി. അതേപോലെ വിശ്വാമിത്രൻ വീണ്ടും മഹത്തായിട്ടുള്ള തപസ് വീണ്ടും ചെയ്തു എന്നാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്സരശ്രേഷ്ഠനായിട്ടുള്ള മേനക ആ പുഷ്കരത്തിൽ വന്നു. ആ സമയത്ത് ഈ മഹാ തേജസ്വിയായിട്ടുള്ള തപോധനനായിട്ടുള്ള ഈ വിശ്വാമിത്രൻ അതീവ സൗന്ദര്യം കണ്ടിട്ട് മേഘത്തിൽ ഒരു
ഇടിമിന്നലുണ്ടാകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ ഈ അപ്സരസായിട്ടുള്ള മേനകയെ കണ്ടപ്പോൾ കുറച്ചൊരു മനഃശാഞ്ചല്യം വന്നു. അതിൽ വികാരം വന്നു കഴിഞ്ഞപ്പോൾ അവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നിനക്ക് സ്വാഗതം, എൻ്റെ ആശ്രമത്തിൽ കഴിഞ്ഞോളൂ. അപ്പോൾ കുറച്ചൊരു ഈ കാമം വന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ പരിസരവും കരികരവും ഒക്കെ മറന്നു. എന്താണോ നിനക്ക് ആഗ്രഹിച്ചാൽ അത് ഭവിക്കും, എൻ്റെ ആഗ്രഹം എന്താണോ അത് നീ നടത്തി തരണം, നിനക്കും അതുകൊണ്ട് സുഖമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കേട്ടപ്പോൾ ആ സുന്ദരി മേനക അവിടെ ആശ്രമത്തിൽ താമസിച്ചു. വിശ്വാമിത്രന് തപോവിഘ്നം സംഭവിച്ചു. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ ഈ മേനകയ്ക്ക് കുറച്ചൊരു എന്താണ് പറയുക, എല്ലാവിധ വിഷമങ്ങളും ഉണ്ടായി പറയട്ടെ. ഏതായാലും വിശ്വാമിത്രൻ തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ലജ്ജിതനായി. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖം സംഭവിക്കുന്നു? ഇതൊക്കെ സംഭവിച്ചു. ആ മഹർഷിയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് യഥാർത്ഥത്തിലുള്ള ബുദ്ധി വന്നു. എൻ്റെ മഹത്തായിട്ടുള്ള തപശക്തി അപഹരിക്കാനാണല്ലോ ഈ മേനക വന്നിരിക്കുന്നത്. ദേവന്മാരുടെ ചതിയല്ലേ? എൻ്റെ 10 വർഷം വെറുതെ പോയില്ലേ? കാമമോഹിതനായിട്ടല്ലേ എനിക്കിങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ പശ്ചാത്തപിച്ച് അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് മേനക തന്നെ ശപിക്കുമോ എന്ന് പേടിച്ചിട്ട് തൊഴുതു നിൽക്കുകയാണ്. അപ്പോൾ ആ അപ്സരസിനെ നോക്കിയിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഏറ്റവും നല്ല വാക്കുകളെ പറഞ്ഞു. എന്നിട്ട് ഈ വടക്ക് ദിക്ക്, പർവ്വതങ്ങളുടെ വടക്ക് ദിക്കായിട്ട് ഹിമാലയത്തിൻ്റെ വടക്ക് ദിക്കിലേക്ക് പോവുകയും ചെയ്തു. ആ മഹായശസ്വിയായിട്ടുള്ള അദ്ദേഹം ഈ കാമജയത്തിനായുള്ള ഇച്ഛയോട് കൂടിയിട്ട് നൈഷ്ഠികയായിട്ടുള്ള ബുദ്ധി കൊണ്ട് കൗശികി തീരം പ്രാപിച്ച് അതികഠിനമായിട്ട് തപസ് വീണ്ടും ചെയ്തു. അങ്ങനെ ഘോര തപസ്സിൽ വീണ്ടും ഒരു 1000 വർഷം തപസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഉണ്ടായ കുട്ടിയാണ് ഈ ശകുന്തള. വിശ്വാമിത്രന് മേനകയിൽ ആ കാലത്തുണ്ടായിട്ടുള്ള കുട്ടിയാണ് ശകുന്തള. അപ്പോൾ ഈ ദേവന്മാർക്ക് വല്ലാത്ത ഭയമായി. കാരണം ഇവിടെ ദേവന്മാരെയും ശപിച്ചിട്ടില്ല, മേനകയെ ശപിച്ചിട്ടില്ല. ഈ ക്രോധമുള്ള ആളാണ് വിശ്വാമിത്രൻ. ഇനി എങ്ങനെയാണ് പ്രതികാരം ഉണ്ടാകുക നിശ്ചയില്ല. അങ്ങനെ ദേവന്മാർക്ക് പേടിയായി. അവർ ഋഷിഗണങ്ങളോടൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് വന്നു. ഈ വിശ്വാമിത്രൻ്റെ കൊടും തപസ് അത് പൂർത്തിയായിരിക്കുന്നു. ഇദ്ദേഹം മഹർഷി പദത്തെ പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് ബ്രഹ്മാവെ അദ്ദേഹത്തെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ഞങ്ങളുടെ ചൂട് ഇല്ലാണ്ടാക്കി തരണം, തപസ് മുടക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ ഈ ദേവന്മാരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ സർവ്വലോക പിതാമഹനായിട്ടുള്ള വിശ്വാമിത്ര തപോധരനോട് വളരെ നന്നായിട്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു. മഹർഷി, ബ്രഹ്മാവ് പറയാണ്, നല്ലത് വരട്ടെ, ഞാൻ സന്തോഷവാൻ ആയിരിക്കുന്നു. കൗശിക, അങ്ങയ്ക്ക് ഏറ്റവും മഹത്വമായിട്ടുള്ള ഋഷിമുഖ്യ സ്ഥാനം ഇതാ ഞാൻ തരണു. വെച്ചാൽ അവിടെ വസിഷ്ഠൻ്റെ തുല്യത ആഗ്രഹിച്ചുകൊണ്ടാണ് വിശ്വാമിത്രൻ തപസ് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്കാണ് മേനക വന്നിട്ട് ഒരു 10 കൊല്ലം നഷ്ടമായത്. അപ്പോൾ വീണ്ടും ഒരു 1000 കൊല്ലം തപസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ വിശ്വാമിത്രൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സ്വയമേവ ആർജിച്ചതായിട്ടുള്ള ഈ ശുഭകർമ്മങ്ങൾ, തപസ്സിൻ്റെ ഫലം, അത് ബ്രഹ്മർഷി പദം കിട്ടാനുള്ള അർഹത എനിക്ക് ഉണ്ടായി എങ്കിൽ, അത് തരും എങ്കിൽ മാത്രമേ ഞാൻ തപസ് നിർത്തുള്ളൂ. ഈ വിജിതേന്ദ്രനായിട്ട് ഞാൻ എന്നെ കണക്കാക്കുള്ളൂ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് ഇതുവരെ ജിതേന്ദ്രിയനായിട്ട് മാറിയിട്ടില്ല, ഇനിയും തപസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് ഈ 1000 കൊല്ലം കേട്ട് കുറേ ഈ തപസ് ചെയ്യണു വിശ്വാമിത്രനെ. എന്നിട്ടും ഇന്ദ്രിയജയം നേടിയില്ല. എന്താ കാരണം? വസിഷ്ഠനേക്കാൾ മീതയാവണം എന്നുള്ള ഒരു ഭാവം വന്നപ്പോൾ അത് തന്നെ ഇന്ദ്രിയജയത്തിന് തടസ്സമായി. കാമത്തെ ജയിക്കാൻ സാധിച്ചില്ല. അതാണ് മേനക വന്നപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടിയത്. അപ്പോൾ അതുകൊണ്ട് തപസ് കുറച്ചും കൂടിയും ചെയ്താലേ ഇത് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവന്മാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷി പിന്നെ തപസ് കൃച്ഛ്ര തപസ്സാക്കിയിട്ട് മാറ്റി. ഊർധ്വബാഹുവായിട്ട് നിരാലംബനായിട്ട് വെച്ചാൽ ഒരു ആലംബമില്ലാതെയാണ് നിൽക്കുക, ഒറ്റക്കാലിൽ തള്ളവരലിൽ മുകളിൽ നിന്നിട്ട് അങ്ങനെയൊക്കെയല്ലേ. അതേപോലെ വായു മാത്രം ഭക്ഷിച്ചിട്ട് ഒന്നും കഴിക്കാതെ ഉണ്ടെന്ന് അർത്ഥം. വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ, വർഷക്കാലത്ത് തലയ്ക്കുമീത് വെള്ളം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ നിന്നുകൊണ്ട്, അതേപോലെ ശിശിരത്തിൽ
ഈ കഴുത്തിന് അറ്റം വെള്ളം നിന്നുകൊണ്ട് മഴ കൊണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ രാവും പകലും ഈ തപസ് ചെയ്ത് അതിഘോരമായിട്ടുള്ള തപസ് വീണ്ടും 1000 കൊല്ലം ഇതേപോലെ തപസ് ചെയ്യുന്നത് അത് സദ്യ ആർക്കും സാധിക്കില്ല. അത്രയും വലിയ തപസ്സായിരുന്നു അത്. അപ്പോൾ ദേവന്മാർക്കൊക്കെ ചൂട് സഹിക്കാൻ വയ്യാണ്ടി അതിഭയങ്കര തപസ്സായിപ്പോയി. അപ്പോൾ ഈ മരുദ്ഗണങ്ങളോട് കൂടിയിട്ട് വായുദേവനൊത്തുള്ള എല്ലാവരും കൂടിയിട്ട് ഈ ഇന്ദ്രൻ രംഭ എന്ന അപ്സരസിനെ അവിടേക്ക് പറഞ്ഞയച്ചു ഈ തപസ് മുടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 63-ാമത്തെ സർഗം അവിടെ പറഞ്ഞു വെച്ചു. ഇനി 64-ാമത്തെ സർഗത്തിൽ രംഭയോട് ഇന്ദ്രൻ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. ഈ വിശ്വാമിത്ര മുനി കൗശികൻ എന്നാ പറയുക, അല്ലെങ്കിൽ കുശികൻ എന്നാ പറയുക. അദ്ദേഹത്തിൻ്റെ മറ്റേ ഈ ഗാധിജൻ്റെ തപസ് മുടക്കണം. കാമമോഹിതമായിട്ടുള്ള ഈ മനസ്സിനെ പ്രലോഭിപ്പിച്ചോളൂ മേനക ചെയ്ത കൂടുതൽ. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേടിച്ചറിണ്ട് രംഭ പറഞ്ഞു, സുരേശ്വര ഇന്ദ്ര എനിക്ക് ഈ വിശ്വാമിത്ര മഹർഷിയെ നേരിടാൻ സാധിക്കില്ല. അദ്ദേഹം സ്വതേ ശുണ്ഠിക്കാരനാണ്, മാത്രമല്ല കുറച്ചൊരു ഘോരൻ ആണ്. അങ്ങനെയുള്ള ഈ ഘോരൻ രജോ ഗുണം കൊണ്ട് ക്രോധം വന്നു കഴിഞ്ഞാൽ തമോ ഗുണം വരും. അത് എനിക്ക് താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, എന്നോട് ദയ കാണിക്കണം. കുറച്ച് പേടിയോട് കൂടിയിട്ട് രംഭ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് നല്ലത് വരും, എൻ്റെ ആജ്ഞ നീ നിർവഹിക്കണം. അങ്ങനെ നിവൃത്തിയില്ലാതെ കണ്ട് രംഭ അവിടേക്ക് ചെന്നു. ഒരു മാധവ മാസത്തിലെ ഏറ്റവും നല്ലതായിട്ടുള്ള സുഗന്ധത്തെ പരത്തുക, അതേപോലെ മരങ്ങളിൽ നിന്ന് എന്നിട്ട് പൂക്കളായാലും കായായാലും മധുര തേനിൻ്റെ മണം, അങ്ങനെയല്ലേ പലതും. ഇതെല്ലാം ഈ വസന്ത ഋതു പോലെ വളരെയധികം കാമത്തെ ഉദ്ദീപിക്കുന്നതായിട്ടുള്ള എല്ലാ അന്തരീക്ഷത്തെയും അവിടെ ഉണ്ടാക്കി. അതേപോലെ ശബ്ദങ്ങൾ, പക്ഷിമൃഗാദികൾ, മയിലോ കുയിലോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ അവിടെ എല്ലാവരും ഒരേപോലെ ഈ കാമം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണോ അത് മുഴുവൻ കാലവും ഈ സസ്യജാലങ്ങളും പക്ഷിമൃഗാദികളും അന്തരീക്ഷവും ഇതൊക്കെ സുഗന്ധപൂരിതാക്കും. അതേപോലെ ശരീരത്തിനെ ഉത്തേജിപ്പിക്കും. അതിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കിത്തരാം. നിങ്ങൾ പാട്ടും കൂത്തും മറ്റേ ഡാൻസോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ നൃത്യാദികളൊക്കെ ചെയ്തുകൊണ്ട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി പുഷ്പവൃഷ്ടി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നതാണ്. അതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ കാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചഞ്ചല ചിത്തനാക്കണം ഈ വിശ്വാമിത്രനെ, അതൊക്കെ ഏർപ്പാടൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മോഹിനിയായിട്ട് തീരാൻ വേണ്ടിയിട്ട് അതിനുള്ള ചില സൂത്രങ്ങളൊക്കെ ഉണ്ട് ഈ അപ്സരസുകൾക്ക്. അതെല്ലാം ചെയ്തോളൂ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പ്രലോഭിപ്പിച്ചോളൂ എന്നാണല്ലോ പറഞ്ഞത്. പ്രലോഭിപ്പിച്ചു. ഇങ്ങനെ അവിടെ ചെന്നിട്ട് മയിൽ കുയിൽ ഒക്കെ മറ്റേ പാടുക ആടുക ഇങ്ങനെയൊക്കെ ചെയ്തു. മയിൽ ആടുന്നു, കുയിൽ മറ്റേ കൂജനം ചെയ്യണു, അങ്ങനെയാണ് പറയുക. അപ്പോൾ പാടുന്നു, കുയിലിൻ്റെ പാട്ടും മയിലിൻ്റെ നൃത്തവും. അതേപോലെ മറ്റ് അന്തരീക്ഷങ്ങളൊക്കെ ഇതേപോലെ വന്നു. അങ്ങനെ ഈ വിശ്വാമിത്രൻ്റെ മുമ്പിൽ കാണാൻ വേണ്ടിയിട്ട് രംഭ അവിടെ നിന്നിട്ട് നൃത്തം ചെയ്യാണ്. ആ സമയത്ത് നല്ല നല്ല പാട്ടുകൾ, അതേപോലെ തന്നെ ഈ അന്തരീക്ഷം മുഴുവൻ അതിന് അനുകൂലമായിട്ട് നിന്നു. അപ്പോൾ വിശ്വാമിത്രൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇത് ഇന്ദ്രൻ്റെ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കി നല്ലോണം ശുണ്ഠിയെടുത്തുകൊണ്ട് രംഭയെ ശപിച്ചു എന്നാണ്. കാമക്രോധങ്ങളെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ പ്രലോഭിപ്പിക്കാൻ വന്ന ഈ ഭാഗ്യം കുറഞ്ഞതായിട്ടുള്ള നീ 10,000 വർഷങ്ങൾ കല്ലായിട്ട് ഭവിക്കട്ടെ. രംഭയെ ഇങ്ങനെ ശപിച്ചു. മേനകയ്ക്ക് സന്താനത്തെ കൊടുത്തു, രംഭയെ ശപിച്ചു. അപ്പോൾ രണ്ടാമത്തെ വീഴ്ച വന്നു. അതിന് തപോബല സമന്വിതനായിട്ടുള്ള അതിതേജസ്വിയായിട്ടുള്ള ഈ ബ്രാഹ്മണൻ, ഈ ബ്രാഹ്മണപുത്രനായിട്ടുള്ള ഈ വസിഷ്ഠൻ കോലം കെട്ടുപോയിട്ടുള്ള നിന്നെ ഉദ്ധരിക്കുകയും ചെയ്യും എന്ന് ശാപമോക്ഷവും കൊടുത്തു. ഇങ്ങനെ ശപിച്ച മഹാമുനി വിശ്വാമിത്രൻ കോപമടക്കാൻ കഴിയാത്തത് കൊണ്ട് പശ്ചാത്താപം കൊണ്ടങ്ങോട്ട് വല്ലാതെ ദുഃഖിച്ചു. എന്നിട്ടോ ഇനി തപശക്തി നഷ്ടപ്പെട്ടില്ല, ഇനി വീണ്ടും തപസ് ചെയ്യണ്ടേ. അപ്പോൾ ആ കൊടിയ ശാപം കൊണ്ട് അപ്പോൾ തന്നെ രംഭ പാറയായിട്ട് തീർന്നു. മഹർഷി ശപിച്ചത് കേട്ട് ഇന്ദ്രൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി പേടിച്ചിട്ട്. അങ്ങനെ ഈ തപസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ
കോപത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത, അത് മറ്റേ വല്ലാത്തൊരു അവധാനം ഉണ്ടായത്. കാരണം തപശക്തി നഷ്ടപ്പെട്ടപ്പോൾ ഇന്ദ്രിയ ജയം നേടാനാവാതെ ആത്മശാന്തി കിട്ടാതെ കണ്ട് വല്ലാതെ കണ്ട് ദുഃഖിച്ചു. പിന്നെ ഇങ്ങനെ അലയുകയാണ്, ഇനി എന്താ ചെയ്യേണ്ടത്, തപസ് ഭംഗം വന്നല്ലോ, ഇനി എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഇനി ഒരാളോടും ഒന്നും മിണ്ടില്ല, ശുണ്ഠി എടുക്കില്ല, ഇങ്ങനെ നിശ്ചയം ചെയ്തു. വീണ്ടും ഇതേപോലെ തന്നെ ശ്വാസം പോലും നിയന്ത്രിച്ചു കൊണ്ട് വിജിതേന്ദ്രിയനായിട്ട് പരമാത്മാവിനെ തന്നെ ഞാൻ തപസ് ചെയ്യും. ഇങ്ങനെ ബ്രഹ്മർഷി പദം ഞാൻ സ്വീകരിക്കും. ഇനി അതുവരെ എൻ്റെ ഭാവങ്ങൾക്ക് ഈ നെഗറ്റീവ്സ് ഒന്നും കാമക്രോധാദികൾ വരാതെ കണ്ട് ഞാൻ സൂക്ഷിക്കും. ഇങ്ങനെ വിശ്വാമിത്രൻ ഉറപ്പിച്ചുകൊണ്ട് അനേക വർഷങ്ങൾ, വീണ്ടും 1000 വർഷം തപസ് ചെയ്തു. അതുമാത്രമല്ല മഹർഷി ഒരു തരത്തിലും ഈ ദീക്ഷയ്ക്ക് ഒരു വിഘ്നം വരാത്ത രീതിയിൽ പ്രതിജ്ഞാബദ്ധമായി തന്നെ തപസ് ചെയ്തു എന്നാണ്. ആ തപസ് അതിഗംഭീരമാണ്. എന്നുവെച്ചാൽ നമുക്ക് കൃച്ഛ്ര തപസ്സാണ് നേരത്തെ ചെയ്ത് വെച്ചാൽ അത് ഗംഭീര തപസ്സാണ്. അതിനേക്കാൾ കൂടുതൽ മനസ്സും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് പിന്നീടുള്ള ആ തപസ്സുണ്ടായത്. ഇങ്ങനെ 64-ാമത്തെ സർഗം പറഞ്ഞു വെച്ചു. 65-ാമത്തെ സർഗത്തിൽ ഈ ഹിമവാന്റെ അടുത്ത് നിൽക്കുമ്പോഴാണല്ലോ ദേവന്മാർക്ക് ഇങ്ങനെ വരാനും മറ്റൊക്കെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട വിചാരിച്ചിട്ട് ഹിമവാന്റെ കിഴക്കേ ഭാഗത്ത് അവിടെ അത്രയ്ക്ക് ഇവർ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അതികഠിനമായിട്ട് തപസ് വീണ്ടും ആരംഭിച്ചു. അങ്ങനെ 1000 കൊല്ലം വീണ്ടും തപസ് ചെയ്തു, വ്രതത്തോട് കൂടിയിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ട്, മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തപസ്സിന്. അങ്ങനെ 1000 കൊല്ലം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഉണങ്ങിയ വിറക് കൊള്ളി പോലെ മെലിഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തിയെന്നാണ്. ആ മഹാമുനിയെ പലതരത്തിലും പലരും വന്നിട്ട് കഷ്ടപ്പെടുത്തി. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. ക്രോധം ഉണ്ടായില്ല, കാമം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അങ്ങനെ തപസ് ഒട്ടും നഷ്ടപ്പെടാതെ കണ്ട് 1000 വർഷം തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഇന്ദ്രൻ അവിടെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഈ ആഹാരത്തെ കഴിക്കാൻ തുടങ്ങി. അന്നം യാചിച്ച് കിട്ടിയത് കഴിക്കാമെന്നൊരു നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്നിട്ട് എനിക്ക് അന്നം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കിട്ടിയതായിട്ടുള്ള അന്നം മുഴുവൻ ഈ ഇന്ദ്രന് കൊടുത്തു. എന്നിട്ട് നിശ്ചയം തീരുമാനം ലംഘിക്കാത്തതായിട്ടുള്ള ആ രാജാവ് ഈ വിശ്വാമിത്ര മഹർഷി ഭക്ഷണം കഴിക്കാതെ കണ്ടാണ് പിന്നീട് ചെയ്തത്. മൗനവ്രതത്തിലായിരുന്നു. അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. വീണ്ടും 1000 വർഷം ഈ ശ്വാസം മാത്രം അതന്നെ വളരെയധികം നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്വാസം വലിക്കാതെ കണ്ട്, ശ്വാസം പോലും എടുക്കാതെ കണ്ട്, ശ്വാസം നിയന്ത്രിച്ച രീതിയിൽ വീണ്ടും വീണ്ടും തപസ് അതികഠിനമായിട്ട് ചെയ്തു. വീണ്ടും 1000 കൊല്ലം ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ ജിഹ്വോപസ്ഥ ജയം എന്നുള്ളതാണ്. കാമക്രോധാദി ജയിച്ചു. മാത്രമല്ല ഇപ്പോൾ ആഹാരത്തെയും ശ്വാസത്തെ പോലും നിയന്ത്രിച്ചു. അപ്പോൾ എന്തായി? അപ്പോൾ മൂർധാവിൽ നിന്ന് ഈ അതികഠിനമായിട്ടുള്ള താപത്തെ അതിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പൊന്താൻ തുടങ്ങി. അപ്പോൾ 3 ലോകങ്ങളും തപിക്കപ്പെട്ടു. അപ്പോൾ ദേവർഷിമാർ, ഗന്ധർവന്മാർ, ഈ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള പന്നഗോരക രാക്ഷസന്മാർ എല്ലാവർക്കും ഇതേപോലെ ഈ ചൂട് സഹിക്കാൻ വയ്യാണ്ടായി. എല്ലാവരും നിസ്തേജന്മാരായി. ചിലരൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു. അങ്ങനെ കരുത്ത് മുഴുവൻ ചോർന്നു പോയപ്പോൾ ഓരോരുത്തരും അവിടെ ചെന്ന് ബ്രഹ്മാവിനോട് കാര്യം പറഞ്ഞു. അല്ലയോ ബ്രഹ്മാവേ, ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതേ. ഞങ്ങൾക്ക് ഈ തപസ്സിൻ്റെ വിശ്വാമിത്രൻ ചെയ്യുന്ന തപസ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും ചൂടാണ് ഇത്. അതില്ലാണ്ടേക്കാൻ എന്താ വേണ്ട വെച്ചാൽ അത് ചെയ്യണേ. ഇങ്ങനെ അദ്ദേഹത്തിന് പാപത്തിൻ്റെ കണിക പോലും ഉള്ളതായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങ് ഒരിക്കൽ പറഞ്ഞത് ശരിയാണ് തോന്നി. കാരണം ഒരിക്കൽ കാമാണ്, ഒരിക്കൽ ക്രോധമാണ്, ഒരിക്കൽ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഉണ്ടായത് വെച്ചാൽ അതും പോലും ഉപേക്ഷിച്ചേർക്കണം. ഇപ്പോൾ ശ്വാസം കൂടിയും എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രിയജയം വന്നിറക്കണമെന്നാണ് തോന്നുന്നത്. ഒന്ന് തപസ് മുടക്കണേന്ന് പ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ എന്താണോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹിച്ചാൽ അത് സാധിപ്പിച്ചു കൊടുക്കണം. 3 ലോകത്തിനും ഇതേപോലെ ചരാചരങ്ങൾക്ക് ഈ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. എല്ലാവരും മരിക്കും.
എല്ലാ ദിക്കുകളും ഇതേപോലെ ദുഃഖം ഉള്ള ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി താമസിപ്പിക്കരുതേ, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാ കടലുകൾ ക്ഷോഭിച്ചിരിക്കുന്നു. കടലുകൾ 4 കടലാണ്, ചതുസിന്ധു എന്നാ പറയുക. പക്ഷേ എങ്കിലും സപ്തസിന്ധു എന്ന് പറയാറുണ്ട്. ഇപ്പോൾ 7 സമുദ്രങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ എന്തായാലും കടൽ ക്ഷോഭിച്ചിരിക്കുന്നു. പർവ്വതങ്ങളിതാ വിറയ്ക്കുന്നു, ഭൂമി കുലുങ്ങണു എന്നർത്ഥം. അതേപോലെ കാറ്റ് കുറച്ചൊരു ശുദ്ധമായി തരണമില്ല എന്നാൽ കൊടുങ്കാറ്റുണ്ടേനി. ഈ ചുഴലിക്കാറ്റോ എന്താ പറയുക, ഈ കൊടുങ്കാറ്റുകൾ, അതേപോലെ ടൊർണാഡോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാറ്റുകൾ. അതേപോലെ ബ്രഹ്മൻ ഒരു യാഗത്തിൽ എന്തൊക്കെ ചെയ്യണോ അത് ഒന്നും അറിയാത്ത രീതിയിൽ വേദത്തെ മറക്കണം. 3 ലോകവും ഇതേപോലെ എല്ലാ അർത്ഥത്തിലും കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 3 ലോകങ്ങളും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് മഹർഷിയുടെ ഈ തേജസ്, സൂര്യൻ പോലും ഒരു പക്ഷേ ഇപ്പോൾ ചൂടും കൊടുക്കണില്ല, പ്രകാശവും കൊടുക്കണില്ല, മട്ടായിരുന്നു നിസ്തേജനായിരിക്കുന്നു. അഗ്നി വേണ്ട രീതിയിൽ ജ്വലിക്കണില്ല, ഒന്നിനെയും ദഹിപ്പിക്കാനുള്ള കഴിവില്ലാണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ മഹാമുനിയുടെ തപസ്സാണ് കാരണം. ഈ ലോകത്തിൻ്റെ നാശത്തിൽ ഇങ്ങനെ ഒരു തപസ് കൊണ്ട് നാശം സംഭവിക്കുക, അത് സ്വതേ ത്രിലോകത്തും ബാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ത്രിമൂർത്തികൾക്കും അത് വിപരീതമായിട്ടാണ് വരിക. അതുകൊണ്ട് അത് സംഭവിക്കരുത്. ബ്രഹ്മാവെ അങ്ങ് വേണ്ടതെന്തോ അത് ചെയ്യണം, പ്രസാദിക്കണം. പണ്ട് കാലാഗ്നി മൂലം ഈ ശിവൻ്റെ ത്രൈലോക്യം മുഴുവൻ ചാമ്പലായാലോ പ്രളയത്തിൽ, അതേപോലെ സംഭവിക്കാതിരിക്കാൻ അങ്ങ് ശ്രദ്ധിക്കണേ, വേണ്ട മുൻകരുതലൊക്കെ എടുക്കണേ എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ മഹർഷി അനുഗ്രഹിക്കേ വേണ്ടു. അതേപോലെ സ്വർഗാധിപത്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതറിയില്ല, അതാണ് വേണമെച്ചാൽ ഇന്ദ്രൻ പറയുകയാണ് അത് കൊടുത്തോളൂ, എന്നാലും വിരോധമില്ല, തപസ് നിർത്തണം. ഇങ്ങനെ ബ്രഹ്മാവിനെ വളരെയധികം നിർബന്ധിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടിയിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തെത്തി. ബ്രഹ്മർഷിയെ അങ്ങയ്ക്ക് ക്ഷേമം ഭവിക്കട്ടെ, അങ്ങയുടെ തപസ് അത് പരിപൂർത്തിയായിരിക്കണു. ഉഗ്ര തപസ് കൊണ്ട് ഈ ബ്രഹ്മർഷി പദം ബ്രാഹ്മണ്യത്തെ അങ്ങ് പ്രാപിച്ചിരിക്കണു. ഇനി അങ്ങയ്ക്ക് ദേവഗണങ്ങളോട് കൂടിയിട്ട് ഞാനിതാ ദീർഘായുസ് തരണു. ഇങ്ങനെ സ്വസ്തി അനുഗ്രഹിച്ചു കൊടുത്തു എന്നാണ്. അതായത് മനസ്സിന് എപ്പോഴും സന്തുഷ്ടഭാവം, അതാണ് സ്വസ്തി. എപ്പോഴും ഈ എത്ര നെഗറ്റീവ്സ് വന്നാലും അവിടെ ദുഃഖം എന്നുള്ളത് വരില്ല. കൃഷ്ണൻ്റെ ഒരു ഭാവം അതാണ്. കൃഷ്ണൻ്റെ ഭാവം ഒരിക്കലും കൃഷ്ണൻ കഥകളിലൊക്കെ പലതും ചിലപ്പോൾ ശുണ്ഠി എടുത്തു എന്നൊക്കെ പറയുന്നുണ്ടാവുമെങ്കിലും, ഇപ്പോൾ ശുണ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാഞ്ചാലിയുടെ മക്കളെ കൊന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് ശുണ്ഠി വന്നു. ഈ അശ്വത്ഥാമാവ് ഏറ്റുകൊടുക്കം അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ, അതേപോലെ സുധാമാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദുഃഖം വന്നു, ദാരിദ്ര്യം അനുഭവിച്ച് വല്ലാതെ കണ്ട് ക്ലേശിച്ച് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ വന്നു എന്നാണ്. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ കൃഷ്ണൻ ഈ വികാരത്തെ പ്രകടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇല്ല. കൃഷ്ണൻ ഒരു വികാരവും ഇല്ലാത്ത, പ്രകടിപ്പിക്കാത്തതായിട്ടുള്ള ഒരു ബ്രഹ്മാവസ്ഥയിലുള്ള പരിപൂർണതമന. അപ്പോൾ ആ കൂട്ടത്തിൽ ബ്രാഹ്മണൻ എപ്പോഴും സന്തോഷഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും പുഞ്ചിരിയാണ് കൃഷ്ണൻ്റെ മുഖത്തെ. അതേപോലുള്ളൊരു ഭാവത്തിലെത്തും. ഇതൊക്കെ വലിയ അനുഗ്രഹം, അത്ര എളുപ്പമല്ല. കാരണം വിശ്വാമിത്ര മഹർഷി അത്രയും കൂടുതൽ തപസ് ചെയ്തിട്ടുണ്ട്. അതാണ് സുഖമായിട്ട് അങ്ങ് വസിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി എല്ലാവരെയും സ്തുതിച്ചു. എങ്ങനെയൊക്കെയാണ് വന്ദിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്തു. അതിന് ശേഷം ഈ ബ്രാഹ്മണ്യവും ദീർഘായുസ്സും എനിക്ക് അങ്ങ് തരണുവെങ്കിൽ ഓങ്കാരം, വഷട്കാരം, വേദം ഇതൊക്കെ എനിക്ക് സ്വയമേവ കിട്ടണം. ഓങ്കാരം എന്നുള്ളത് ബ്രഹ്മജ്ഞാനം, വഷട്കാരം എന്നുള്ളത് യജ്ഞസാധനം, വേദങ്ങൾ അതിന് വേണ്ട അംഗോപാംഗങ്ങൾ എന്ന് വെച്ചാൽ അറിവ് ചെയ്യാനുള്ള അത് എല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ വേദം അറിയണം, ഓങ്കാരമായിട്ടുള്ള ബ്രഹ്മത്തെ ഉപാസിക്കാനായിട്ട്. അപ്പോൾ അതിന് യജ്ഞങ്ങൾക്ക് സാധനം വേണം. ആ സാധനങ്ങൾ അഗ്നിയിലേക്ക് ഹോമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അതൊക്കെ അതിൻ്റെ അതാണ് ഇപ്പോൾ ഈ ആവശ്യം പറഞ്ഞതിൻ്റെ സാരം അതാണ്. അപ്പോൾ ഇവിടെ എല്ലാം എൻ്റെ വരുതിയിലാവണം എന്ന അർത്ഥത്തിലെടുത്താൽ ഒക്കെ ശരി, അതാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഈ ബ്രഹ്മർഷിയായിട്ടുള്ള വസിഷ്ഠനെ ദേവന്മാരെ പ്രസാദിപ്പിച്ചു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയിപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല സുഖം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അങ്ങ് ബ്രഹ്മർഷി തന്നെയാണ്, സംശയമില്ല. വസിഷ്ഠൻ്റെ തുല്യത അങ്ങക്ക് കിട്ടിയിരിക്കുന്നു. അതേപോലെ എല്ലാ ദേവന്മാരും ഈ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാവുന്ന നിയമമുണ്ട്. അത് മുഴുവൻ കൊടുത്തുകൊണ്ട് ആ വിശ്വാമിത്രനെ വസിഷ്ഠ തുല്യനാക്കി തീർത്തു. ബ്രഹ്മർഷി പദം ലഭിച്ചു. അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് ഈ വസിഷ്ഠനെ പൂജിക്കുകയും ചെയ്തു. അതേപോലെ വിശ്വാമിത്രനെയും ഈ ബ്രഹ്മർഷിയായിട്ടുള്ള വസിഷ്ഠനും പൂജിച്ചു. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ കൃതാർത്ഥത. ഈ തപസ്സിൽ ആർക്കെങ്കിലും ഒരു വിഷമം അങ്ങനെ ഇല്ല എന്ന് സാരം. അതാണ്. എന്നിട്ടോ ഈ മഹർഷിമാർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ, അതേപോലെ ദേവഗുരുവായിട്ടുള്ള ബ്രഹ്മർഷിയായിട്ടുള്ള വസിഷ്ഠൻ ദേവലോകത്തും ഈ വിശ്വാമിത്ര മഹർഷി ബ്രഹ്മർഷി പദത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലും എല്ലാ ദിക്കിലും എത്തി എന്നാണ്. വസിഷ്ഠ മഹർഷിക്കൊക്കെ എല്ലാ ദിക്കിലും എത്താം. അതേപോലെ തന്നെ വിശ്വാമിത്രനും സ്വർഗത്തിലായാലും എപ്പോൾ വേണമെച്ചാൽ കയറി ചെല്ലാൻ പട്ടായി. എന്നുവെച്ചാൽ ബ്രഹ്മാണ്ടത്തിൽ എവിടെയും ഇനി എപ്പോഴും വേണമെച്ചാലും ഇങ്ങനത്തെ ആളുകൾക്ക് ചെല്ലാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു നിയമം. അങ്ങനത്തെവർക്ക് മാത്രമേ ബ്രഹ്മർഷി പദത്തിൽ എത്താൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ബ്രഹ്മർഷിമാർക്ക് അത് ചെയ്യാനും സാധിക്കുള്ളൂ. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിലെത്തി രാമ. ഈ ബ്രാഹ്മണ്യം അദ്ദേഹത്തിന് കിട്ടി എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ബ്രാഹ്മണ്യമില്ല. പൂണൂരിട്ടുകൊണ്ടൊന്നും കാര്യമില്ല. ഭസ്മക്കുറയും പൂണുന്നോലോ ഒന്നും അതിന് ഇതല്ല, ഒരാൾക്കുമില്ല, കലികാലത്തിൽ ആർക്കുമില്ല. അപ്പോൾ അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു പദവിയാണ് ബ്രാഹ്മണ്യം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ബ്രാഹ്മണനാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് എന്നേ മനസ്സിലാക്കാവൂ. അപ്പോൾ അതിന് ചില വിധിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കുറഞ്ഞ സ്ഥാനത്തല്ല ഇരിക്കുന്നത് എങ്കിലും വളരെ കൂടിയതായിട്ടൊരു സ്ഥാനത്താണ് ഇരിക്കുന്നത് എങ്കിലും ആ ബ്രാഹ്മണ്യത്തെ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. കാരണം നമുക്ക് ഈ ദേഹത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാതിരിക്കാൻ കഴിയില്ല. അത് നിറവേറ്റാൻ പരസഹായമില്ലാതെ കണ്ട് കഴിയില്ല. ഇവിടെ ഈ ബ്രഹ്മർഷിമാർക്ക് ദേഹത്തിന് യാതൊരു ആവശ്യവുമില്ല. അഥവാ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് പരസഹായം വേണ്ട. നമുക്ക് എല്ലാറ്റിനും പരസഹായം വേണം. അതാണ്. നമ്മൾ ഈ മുമ്പിൽ വിളമ്പി വെച്ചിട്ടുള്ള ചോറ് ഉണ്ണാനുള്ള കഴിവേ ഉള്ളൂ നമുക്ക്. അതല്ലാതെ കണ്ട് ചോറ് വരട്ടെ എന്നിട്ട് പറഞ്ഞാൽ ചോറ് നമുക്കാണ് മുമ്പിൽ വരില്ല എന്നർത്ഥം. ആരെങ്കിലും കൊണ്ടുവന്ന് തരികയായിട്ട് വേണം, സ്വയമേവ പ്രത്യക്ഷമാവില്ല. അതാണ്. അപ്പോൾ അത്ര ഒരു ഭാവത്തിലെത്തി, മൂർത്തി എന്ന് സാരം. അതാണ്. അങ്ങനെ ഒരു മൂർത്തിമൽ ഭാവത്തിലെത്തി പരമധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ട് വിശ്വാമിത്രൻ മാറി വീര്യം തേജസ് ഈശ്വര തുല്യമാക്കി തീർത്തു. അപ്പോൾ ബ്രഹ്മർഷിയാണ്, ദേവനേക്കാൾ മീതിയാണ് ബ്രഹ്മർഷിയുടെ സ്ഥാനം എന്നാണ് പറയുക. അപ്പോൾ അവിടേക്ക് എത്തി. ഇങ്ങനെ ഈ ദ്വിജോത്തമനായിട്ടുള്ള ശതാനന്ദൻ വിശ്വാമിത്രനെ കുറിച്ച് എല്ലാവരോടും ഇതേപോലെ പറഞ്ഞു എന്നാണ്. വിശ്വാമിത്രൻ സ്വന്തം കഥകൾ പറയുന്ന പോലെ തന്നെ ഈ ശതാനന്ദ ഗുരുവും വിശ്വാമിത്രനെ കുറിച്ച് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ ആ മിഥിലാരാജാവിനോടും പറയണ്ടായി. അപ്പോൾ വിശ്വാമിത്രനെയും ഈ രാമനെയും ലക്ഷ്മണനെയും സ്വീകരിച്ചതായിട്ടുള്ള മിഥിലാരാജാവ് ആരാണ് രാമൻ എന്ന് ചോദിച്ച ചോദ്യത്തിന്, ആരാണ് ഈ വിശ്വാമിത്രൻ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇത്രയും കൂടുതൽ ബൃഹത്തായിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് എന്ന് സാരം. അപ്പം അത്ര ബൃഹത്താണത്. അത് കേട്ടപ്പോൾ ജനക മഹാരാജാവ് ശതാനന്ദൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാരെയും മറ്റേ വിശ്വാമിത്രനെയും നല്ലോണം ഈശ്വരന്മാരായിട്ട് കണ്ടുകൊണ്ട് പൂജിച്ചു. ഞാൻ ധന്യനായിരിക്കുന്നു. ജനകൻ പറയുകയാണ്, എൻ്റെ യജ്ഞത്തിന് ഇങ്ങനെയുള്ള കാകുത്സ്ഥന്മാരോട് കൂടിയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. കുശിപുത്രനായിട്ടുള്ള ബ്രഹ്മർഷി അങ്ങ് ഞങ്ങൾക്ക് ദർശനം തന്നുല്ലോ എന്നുവെച്ചാൽ ഈശ്വരഭാവത്തിലെത്തി. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതാ ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, യജ്ഞം സഫലമായിരിക്കുന്നു, ഞങ്ങളുടെ ജനങ്ങൾ അവരുടെ ധന്യരായിരിക്കുന്നു. ഇങ്ങനെ അങ്ങയുടെ സന്ദർശനം കൊണ്ട് ഏതൊക്കെ മേന്മകളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ നിവൃത്തിയില്ല. അത്രയും കൂടുതൽ കീർത്തനീയനായിട്ടുള്ള അങ്ങ് ഈശ്വരന്മാരെ പോലെ ഇങ്ങനെ തേജസ്വിയായിട്ടുള്ള രാമനും ലക്ഷ്മണനും അതേപോലെ അങ്ങും ഒരേപോലെ ഞങ്ങളെ ഇതാ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. ഇത്രയും കഥകൾ ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. ഇങ്ങനെ അളക്കാൻ പറ്റാത്തതായിട്ടുള്ള അങ്ങയുടെ തപസ്, അത് അങ്ങയുടെ ഈ ബലം, അങ്ങയുടെ മഹിമ, ഇത് എല്ലാം ഇപ്പോൾ ഇതാ ഞങ്ങൾക്ക് മനസ്സിലായി തീർന്നിരിക്കുന്നു.
ആശ്ചര്യപരമായിട്ടുള്ള ഇങ്ങനെയുള്ള ചരിതം എത്ര കേട്ടാലും മതി വരില്ല. മാത്രമല്ല മനസ്സ് ശുദ്ധമാവും. ഇപ്പോഴാ സൂര്യൻ അസ്തമിക്കാറായി, സന്ധ്യാവാറായി. അതുകൊണ്ട് ഇനി സന്ധ്യാവന്തനാദി കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം നാളെ പ്രഭാതത്തിൽ എനിക്ക് അങ്ങ് ദർശനം തരണം കേട്ടോ, അങ്ങ് നാളെ രാവിലെ വരണേ, ഈ യാഗവേദിയിൽ വരണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങേക്ക് താമസിക്കാനുള്ള പ്രത്യേക സ്ഥലവും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ താമസിക്കണേ. ഇങ്ങനെ ഈ ശതാനന്ദനും ജനകനും ഒരേപോലെ രാമനോടും ലക്ഷ്മണനോടും വിശ്വാമിത്രനോടും പ്രത്യേകിച്ചും അപേക്ഷിച്ചു. അങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ട് സംപ്രീതനായിക്കൊണ്ട് ഈ മിഥില രാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട്, മിഥില രാജാവിൻ്റെ ഈ പ്രാർത്ഥനകളെ അല്ലെങ്കിൽ ആദിത്യ പൂജ ഉണ്ടല്ലോ അതിനെ സ്വീകരിച്ചുകൊണ്ട് അവരെ എല്ലാവരും കൂടിയിട്ട് അവിടെ വസിച്ചു. ആ സമയത്ത് ഇവരെല്ലാവരും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ഈ വിശ്വാമിത്രനും അതേപോലെ തന്നെ രാമനോടും ലക്ഷ്മണനോടും കൂടിയിട്ട് പൂജനീയനായിക്കൊണ്ട് എവിടെയാണോ താമസിക്കേണ്ടത് വെച്ചാൽ അവിടെ താമസിക്കുകയും ചെയ്തു. ഇങ്ങനെ 65-ാമത്തെ സർഗം പറഞ്ഞു വെച്ചു. ഇനി 66-ാമത്തെ സർഗം തൊട്ട് പ്രഭാതത്തിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. സീതാരാമ കല്യാണം നടക്കുകയാണ് വേണ്ടത്, അവിടേക്കാണ് എത്തിക്കുന്നത്. അത് നമുക്ക് ക്രമേണയായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നാളെ കേൾക്കാം. 66-ാമത്തെ സർഗം തൊട്ട് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ശ്രീരാമനാമ കീർത്തനം. ജയ ജയ രാമ രാമ രാമ.